സഅദ് റളിയല്ലാഹു അൻഹു മരണമാസന്നമായപ്പോ സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസുണ്ട്, ഇൽഹദൂലി ലഹദാ, മഹാനവരുടെ അസറാണത്. ഇൽഹദൂലി ലഹദാ, നിങ്ങൾ എനിക്ക് ലഹദ് പോലെയുള്ള ഖബർ കുഴിക്കണം. ഖബർ രണ്ട് വിധമാണ്, ഷഖ്, ലഹദ്. നമ്മുടെ നാട്ടിലൊക്കെ ഷക്കാണ്, ഉറച്ച ഭൂമിയാണെങ്കിൽ നേരെ കുഴിയെടുക്കുക, മയ്യത്തിനെ നേരെ കിടത്തുക, മേലെ മൂടുക. ലഹദ് എന്ന് പറഞ്ഞാൽ ഖബർ ഒരു വലിയ കുഴിയെടുക്കുക, ഉള്ളിലേക്ക് തുരന്ന് ഒരു കുഴിയെടുക്കുക. നിങ്ങൾ സൗദി അറേബ്യയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഗൾഫ് നാടുകളിലൊക്കെ ലഹദ ചെയ്യുക. ഇടിയുന്ന മണ്ണാണ്, അപ്പോൾ മണ്ണിൻ്റെ അടിഭാഗം കൊണ്ടുപോയി തുരന്നിട്ട് ഒരു മയ്യത്തിന് കിടക്കാനുള്ള സ്ഥലം വെക്കും, ബാക്കി അവിടെ നടക്കും, പിന്നെ അങ്ങ് മണ്ണിട്ട് മൂടും. അതിനാണ് ലഹദ് എന്ന് പറയുക. ഇൽഹദൂലി ലഹദാ, ഹബീബായ നബി തങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറവ് ചെയ്ത പോലെ എന്നെ ലഹദിലാണ് മറവ് ചെയ്യേണ്ടത്. വൻസബു അലയ്യ ലബിന നസബാ, എൻ്റെ ഖബറിൻ്റെ മുകളിൽ ഒരു കല്ല് നിങ്ങൾ ഉയർത്തി വെക്കുക, മീസാൻ കല്ല് വെക്കുക. ഖമാ ഫുഇല ബിറസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലിന് ചെയ്യപ്പെട്ടതുപോലെ അത്രയും ലളിതമായി മരിച്ചു പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ അങ്ങനെയാണ് എന്നോട് ചെയ്യേണ്ടത് എന്ന് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. സഅദ് എന്നവർക്ക് പിറകെ നമ്മൾ ഓർക്കുകയാണ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. ദാഹിയത്തും മിൻ അദ്ഹൽ അറബ്, അറബ് ലോകം കണ്ട, ഉമ്മത്ത് കണ്ട ഏറ്റവും വലിയ ബുദ്ധിമാനായിരുന്നു, യുക്തിയുള്ള മഹാനായിരുന്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. ആഫ്രിക്കയിലേക്ക് ദീനിന്റെ വെളിച്ചം കൊണ്ടുപോയ സ്വഹാബി. മഹാന്റെ മരണം അവരുടെ മകനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നുണ്ട്. നമ്മളിത് കഴിഞ്ഞ ആഴ്ച ഒരു ക്ലാസ്സിൽ ആ ഒരൊറ്റ വസിയത്തിനെ സംബന്ധിച്ച് കുറിച്ച് മാത്രം ഒരു വാഴ്ന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആവർത്തിക്കുകയല്ല. നമുക്കൊരുപാട് ഓൺലൈൻ പരിപാടി വീക്ഷിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാർ, ഒരുപക്ഷെ ഈ ഒരു 8-10 പരിപാടികളായി ഒരു 2 ആഴ്ചക്കുള്ളിൽ തന്നെ. അപ്പോൾ അത് ഞാൻ ആവർത്തിക്കുകയല്ല. ആവർത്തനം വിരസതയുണ്ടാവും. വിരസത ഉണ്ടാകുമ്പോൾ മടുപ്പ് വരും. അപ്പോൾ ദീനിനോട് മടുപ്പ് വരാൻ പാടില്ല. അതുകൊണ്ട് അത് മറ്റേതെങ്കിലും ആൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഞാൻ ദീർഘമായിട്ട് പറയല്ല. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മരണമാസന്നമായപ്പോൾ ചുമരിലേക്ക് മുഖം പൊത്തിയിട്ട് കരഞ്ഞിട്ടുണ്ട്. സഅദ് റളിയല്ലാഹു അൻഹു ചുമരിലേക്ക് മുഖം പൊത്തി കരഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ സൂചിപ്പിച്ചത് ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ദീൻ എത്ര പഠിച്ചാലും തീരാത്തൊരു ലോകമാണ്, എത്ര പറഞ്ഞാലും തീരാത്തൊരു ലോകമാണ്. അപ്പം അത് നമ്മുടെ പള്ളിയിൽ ഖുതുബ നിർവഹിക്കുന്ന ഉസ്താദുമാർ വെള്ളിയാഴ്ച ദിവസം ഖുതുബക്ക് മുമ്പോ ശേഷമൊക്കെ ചിലയിടത്ത് വഅലുകളുണ്ടാവും, പ്രഭാഷണങ്ങളുണ്ടാവും. നാട്ടിൽ വഅലുകളുണ്ടാവും, പ്രഭാഷണങ്ങളുണ്ടാവും. ജനങ്ങൾ ഇൽമ് പഠിക്കണം, അറിയണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവർക്കത് വായിക്കാനും പഠിക്കാനും കിതാബ് ഓതാനും സമയം കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ എപ്പോഴും പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, കേട്ടതന്നെ അവർ കേട്ടുകൊണ്ടിരിക്കുക. പുതിയൊരു കാര്യവും ജനങ്ങൾക്ക് ലഭിക്കാതിരിക്കുമ്പോൾ മടുപ്പ് വരുന്നത് സ്വാഭാവികമാണ്. ആ മടുപ്പ് ദീനിനോടുള്ള മടുപ്പായിട്ട് മാറും. അതുകൊണ്ട് എൻ്റെ കൂടെയുള്ള വഅല് പറയുന്ന, നസീഹത്ത് ചെയ്യുന്ന എൻ്റെ കൂടെയുള്ള ഉസ്താദുമാരോട് ഒന്ന് ഉണർത്തുകയാണ്. ഞാനത് ഉണർത്താൻ ആളല്ല, അതിനർഹതയുള്ള ആളൊന്നുമല്ല. പക്ഷേ ഞാനൊരു കാര്യം പറയാണ്, നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം, നന്നായിട്ട് മുത്താല ചെയ്യേണ്ടതുണ്ട്. ഒരുപാട് പുതിയ അറിവുകൾ ഉമ്മത്തിന് പകർന്നു കൊടുക്കേണ്ടത്. അത് നമുക്ക് സമയമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഈ പണി അപ്പം നിർത്തണം. കാരണം ജനങ്ങൾക്ക് മടുപ്പ് വരും കേട്ടതന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ. ഒരുപാട് അറിവുകൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് സമയമുണ്ടെങ്കിലേ നമ്മൾ ഇത്തരം വേദികൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്തിനെന്നറിയോ? ദീനിനോടൊരു മടുപ്പ് വരാതിരിക്കാൻ വേണ്ടി. ഖുർആൻ്റെ തഫ്സീറിൻ്റെ വിഷയം അങ്ങനെയാണ്. വിശുദ്ധ ഖുർആൻ്റെ തഫ്സീർ അത് വെറും ഒരു അർത്ഥമോ ഒരു പരിഭാഷയോ വായിച്ചിട്ട് ഖുർആൻ ക്ലാസ് എടുത്തു കൊടുക്കുക, അങ്ങനെ ഉണ്ടാവും. പെണ്ണുങ്ങൾക്ക് ക്ലാസ് എടുക്കുകയാണ്, അപ്പോൾ ഒരു പരിഭാഷ വായിച്ചിട്ട് ഉസ്താദിന് പറഞ്ഞു കൊടുത്താൽ മതി. അത് തെറ്റ് എന്ന് ഞാൻ പറയില്ല. പക്ഷേ ഖുർആനിൻ്റെ ഒരു നൂറുണ്ട്, ഒരു ബസീറത്തുണ്ട്. ഖുർആനിന് ആഴമേറിയ ചില ആശയങ്ങളുണ്ട്. അതൊന്നും പരിഭാഷയിൽ കിട്ടിക്കൊള്ളുന്നില്ല. അതതിൻ്റെ അർത്ഥവും ഖുർആനിൻ്റെ ശരിയായ അറിവും അള്ളാഹുവിനോട് തരാൻ വേണ്ടി ദുആരക്കുക. അപ്പോൾ അതിൻ്റെ ചില വസായിലുകൾ നമ്മുടെ മുമ്പിലേക്ക് അള്ളാഹു താല ഇട്ടു തരും. അത് എന്ന് നമുക്ക് ലഭിക്കുന്നുണ്ടോ, സാധ്യമാണോ, അന്നേ ഈ ഖുർആൻ ക്ലാസ് തുടങ്ങാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഖുൽഹു അല്ലാഹു അഹദ് സൂറത്ത് കേട്ട് പഠിച്ചവനെ ഇതിന് ഇത്രേ അർത്ഥമുള്ളൂ, ഇതാ അപ്പോൾ വലിയ ഖുർആൻ്റെ 1/3 എന്ന് പറഞ്ഞ സൂറത്ത് എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ. ഖുർആനിനോട് അനാദരവ് വരും.
നമ്മുടെ അറിവില്ലായ്മ ജനങ്ങൾ അറിയുമ്പോൾ അള്ളാഹുവിൻ്റെ കലാമിനോട് മടുപ്പ് വരും. അതുകൊണ്ട് ദയവ് ചെയ്ത്, ഞാൻ വളരെ പേടിക്കുന്നു, ഞാനൊന്നത് പറയാൻ അർഹനല്ല കേട്ടോ, ഒരിക്കലുമല്ല. ഞാൻ എന്നോട് പറയാണ് ഊസിക്കും ഇയ്യായ ഔവലൻ ബിനഫ്സി ഔവലൻ നഫ്സി ബിതഖ്വല്ലാഹ്. അള്ളാഹുവിനെ തഖ്വ ചെയ്യാനും അള്ളാഹുവിൻ്റെ ദീനാണ്. അതുകൊണ്ട് ഒരിക്കലും ജനങ്ങൾക്ക് ഖുർആനെ സംബന്ധിച്ചുള്ള മതിപ്പ് കുറഞ്ഞു പോകരുത്. നമ്മുടെ ഒരു ക്ലാസ് കൊണ്ട് ഖുർആൻ ഇത്രയേ ഉള്ളൂ അതിനാശയം എന്ന് തോന്നുന്ന വിധമായി പോകരുത്. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം, നന്നായിട്ട് ഹോംവർക്ക് ചെയ്യണം, നന്നായിട്ട് ബാക്കിൽ പ്രവൃത്തി സമയം ഉറക്കൊഴിച്ച് നമ്മൾ മുതാലഅ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ഓരോരോ ക്ലാസ്സിലും പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. എപ്പോഴും പുതിയത് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. എന്നാലും ദീനിനോടൊരു പുതുമ തോന്നണം. ഇൽമ് തീർന്നു എന്ന് തോന്നരുത്. ആകെ ഉസ്താദ്മാർക്ക് ഒരു യൂസുഫ് നബിൻ്റെ ചരിത്രം, ഇബ്രാഹിം നബിൻ്റെ കഥയെ പറയാനുള്ളൂ, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നൊരിക്കലും തോന്നിപ്പോകരുത്. കാരണം ഇൽമിൻ്റെ ബഹറല്ലേ ദീനെന്ന് പറയുന്നത്. ഉസ്താദ്മാർക്ക് സമയമില്ലാത്തത് കൊണ്ടായിരിക്കും. പക്ഷേ ഞാൻ പറയാണ്, വഅദ് പറയുന്ന ആളുകൾ ദയവ് ചെയ്ത് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. അത് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഇത് ദീനാണ്, ഇതൊരു വലിയ അമാനത്താണ്. ആ അമാനത്ത് നമ്മളെ കൊണ്ടതിൻ്റെ കുറവ് വരരുത്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഒരു ഭാഗം ഞാൻ സൗകര്യപൂർവ്വം മാറ്റിവെക്കുകയാണ്. മഹാനവറുകൾ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ആഫ്രിക്കയിലേക്ക് ദീനുമായി കടന്നു ചെന്ന് ആദ്യത്തെ ആഫ്രിക്കയിലെ മസ്ജിദ് അംർ ഇബ്നുൽ ആസ് തങ്ങൾ ഉണ്ടാക്കിയ മസ്ജിദാണ്. ഇന്നോടുണ്ട് ഈജിപ്തിലെ ഖൈറോ ഇപ്പോൾ അതിൻ്റെ പുനരുദ്ധാരണമൊക്കെ കഴിഞ്ഞ് പള്ളിയൊക്കെ ഓപ്പണായി കൊടുത്തിട്ട് ആളുകൾ പൊട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞ 3 വിഷയങ്ങളുണ്ട്. മോനെ അബ്ദുല്ലാഹിബിൻ അംർ ഇബ്നുൽ ആസ് എന്നവർ വാപ്പയോട് ചോദിക്കുകയാണ്, വാപ്പാ നിങ്ങൾ പറയുമായിരുന്നില്ലേ വാപ്പ, ആരെങ്കിലും മരിച്ചുപോയ ആളുകൾ മരണത്തിൻ്റെ രംഗം എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. ഇപ്പം നിങ്ങൾ മരിക്കുകയല്ലേ, അങ്ങേക്ക് പറഞ്ഞെന്നൂടെ? മഹാനായ സഅദ് എന്നവർ, മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ആ രംഗം വിവരിച്ചു കൊടുക്കുന്നുണ്ട്. മോനെ, റിളവാ പർവ്വതം തലയിലേക്ക് വീഴുന്ന പോലെ, വാളും കുന്തവും എൻ്റെ വയറ്റിൻ്റെ ഉള്ളിൽ കിടന്ന് പിടയുന്ന പോലെ മരണത്തിൻ്റെ വേദന അസഹ്യമാണ് മോനെ. ഇത് പറഞ്ഞിട്ട് മഹാനവറുകൾ പറഞ്ഞു, ഞാൻ ഈ വിവരിച്ചതൊന്നും മരണത്തിൻ്റെ യഥാർത്ഥ അനുഭവമായിരിക്കണമെന്നില്ല മോനെ എന്ന് പറഞ്ഞ് കരയുമ്പോൾ, ഉപ്പാ നിങ്ങൾ എന്തിനാ കരയുന്നത്? ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ ജീവിച്ചവരല്ലയോ നിങ്ങൾ? മോനെ, എനിക്ക് 3 കാലഘട്ടം കഴിഞ്ഞു പോയി മോനെ. ഒന്ന്, എനിക്കൊരറിവുമില്ലാത്ത കാലം. അന്ന് ഹബീബിനോട് എനിക്ക് ദേഷ്യമായിരുന്നു. തങ്ങളെ കണ്ടാൽ കൊല്ലണമെന്ന് ഞാൻ വിചാരിച്ചിരുന്ന സമയമുണ്ട്. ഞാൻ അന്ന് മരിച്ചിരുന്നെങ്കിൽ ഞാൻ നരകത്തിലേക്ക് ഉറപ്പാണ്. പിന്നെ അള്ളാഹു എനിക്ക് ഇസ്ലാം തന്നു, ഈമാൻ തന്നു. ഞാൻ ഹബീബിനെ സ്നേഹിച്ചു. എൻ്റെ കണ്ണുകൊണ്ട് ഹബീബിനെ കണ്ണ് നിറയെ ഒന്ന് നോക്കാൻ പോലും എനിക്ക് കഴിയുമായിരുന്നില്ല. ബഹുമാനം കൊണ്ട്, ഹബീബിൻ്റെ മുഖത്തെ വഖാറുകൊണ്ട്. ആ ഹബീബായ നബി തങ്ങളുടെ കൂടെ ജീവിച്ച കാലം ഞാൻ മരിച്ചിരുന്നെങ്കിൽ എനിക്ക് സ്വർഗം കിട്ടുമായിരുന്നു. പക്ഷേ അതിന് ശേഷം അധികാരങ്ങൾ ഏൽപ്പിക്കപ്പെട്ടു. ഞാൻ ആഫ്രിക്കയുടെ അമീറായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വാലിയാണ്, ഗവർണറാണ്. അങ്ങനെ ഒരുപാട് സമ്പത്ത് കൈകാര്യം ചെയ്യേണ്ട അവസ്ഥകൾ വന്നു. അതിൻ്റെ പേരിൽ നാളെ അള്ളാഹു എന്നെ പിടിക്കുമോ എന്ന് പേടിയാകുന്നു മോനെ. എനിക്ക് പേടിയാവും. ഞാൻ മരിച്ചാൽ ആരും എൻ്റെ മരണത്തിൽ കരയരുത് കേട്ടോ. എൻ്റെ ഖബറിൻ്റെ അടുത്ത് 1 മണിക്കൂർ നേരം നിങ്ങൾ നിൽക്കണം. എനിക്ക് തൽഖീൻ ചൊല്ലിത്തരണം. എനിക്ക് നിങ്ങൾ അവിടെ നിൽക്കുന്നത് എനിക്ക് മലക്കുകളുടെ ചോദ്യത്തിന് ഉത്തരം ചെയ്യാൻ എന്നെ സഹായിക്കും. മഹാൻ പറഞ്ഞ വാക്കതാണ്, നിങ്ങൾ അവിടെ നിൽക്കണമേ. ഖദ്റമാ യുദ്ബഹു ജസൂർ, ഒരു ഒട്ടകത്തെ അറുത്തതിൻ്റെ മാംസം വിതരണം ചെയ്യുന്ന സമയം 1 മണിക്കൂർ നേരം നിങ്ങൾ എന്നോട് ഇട്ടേച്ചു പോകല്ലേ, എന്നെ മറവ് ചെയ്ത് 1 മണിക്കൂർ നേരം എൻ്റെ അടുത്ത് നിൽക്കണേ. യാ അല്ലാഹ്, എന്തിന്? ബിക്കും, നിങ്ങളുടെ ആ ഒരു സാമീപ്യം കാരണം എനിക്ക് സമാധാനമുണ്ടാകും. അതുമാത്രമല്ല എനിക്ക് ഉത്തരം കൊടുക്കാൻ പറ്റും. എൻ്റെ മലക്കുകളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റും. നിങ്ങളുണ്ടാകുമ്പോൾ എനിക്കൊരു ആശ്വാസമാണ്. ആ ചോദ്യം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പോയിക്കോളി. 1 മണിക്കൂർ നേരം എന്നെ മറവ് ചെയ്ത് അവിടെ നിൽക്കണേ, പെട്ടെന്ന് ഓടിപ്പോരരുതേ എന്ന് വസീയത്ത് ചെയ്ത മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവേ, ആ നേരം നീ ഞങ്ങൾക്ക് ഖൈറാക്കി തരണമേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, ഞാൻ നിങ്ങളോട് പറഞ്ഞ സമയമായി ഏകദേശം. മുആദ് റളിയല്ലാഹു അൻഹു വഫാത്താകുമ്പോൾ മുആദ് എന്നവരോട് സ്വഹാബിമാരെ, മുആദ് എന്നവരെ ഞങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു തരിൻ. അപ്പോൾ പറഞ്ഞു, അജ്ലിസൂനി, എന്നെ ഒന്ന് ഇരുത്തി തരണമേ. മുആദ് റളിയല്ലാഹു അൻഹു ആരാന്നറിയോ? സയ്യിദുൽ ഉലമാ എന്ന് മഹാന്മാർ വിളിച്ച സ്വഹാബിയാണ്, ഉലമാക്കളുടെ നേതാവ്. വസാബിഖുഹും ഇലൽ ജന്ന,
സ്വർഗത്തിലേക്ക് ഉലമാ എത്തുന്നതിൻ്റെ മുമ്പ് പണ്ഡിതന്മാരെ നയിച്ചുകൊണ്ട് മുന്നിലെത്തുന്ന മഹാനാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. മരിക്കുമ്പോൾ എത്ര വയസ്സെന്നറിയോ? 34 വയസ്സായിരുന്നു. 34 വയസ്സ്. ആ പ്രായത്തിൽ വഫാത്തായ മുആദ് എന്നവർ ലോക പണ്ഡിതന്മാരുടെ, സ്വഹാബികളിലെ പണ്ഡിതന്മാരുടെ ഒക്കെ ഇമാമാണ്. അങ്ങനത്തെ മഹാൻ. അജ്ലിസൂനി, എന്നെ ഒന്ന് ഇരുത്തിത്തരേണമേ. ഇന്നൽ ഇൽമ വൽ ഈമാന മകാനഹുമാ മനിബ്തഗാഹുമാ വജദഹുമാ. ഒരാലിം പഠിക്കാൻ വരുന്ന പണ്ഡിതന്മാരോട്, വിദ്യാർത്ഥികളോട്, റിസർച്ച് ചെയ്യാൻ ആഗ്രഹമുള്ള മുഴുവൻ ആളുകൾക്കും ഏറ്റവും വലിയ ഇൻസ്പിറേഷനായി പറഞ്ഞു കൊടുക്കുന്ന വാക്കുകൾ, മരണസമയത്ത് പറഞ്ഞ ഈ വാക്കുകൾ, ഇന്നൽ ഇൽമ വൽ ഈമാന മകാനഹുമാ. ഈമാനും അറിവും അതിൻ്റെ സ്ഥാനങ്ങളിൽ തന്നെയുണ്ട്. മനിബ്തഗാഹുമാ വജദഹുമാ. ആരാണോ അത് അന്വേഷിച്ചു പോകുന്നത് അവർക്കത് ലഭിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ, മുആദ് എന്ന ആലിമ് റളിയല്ലാഹു അൻഹു, മുആദ് ഇബ്നു ജബൽ തങ്ങൾ തോളിൽ കൈവച്ചുകൊണ്ടാണ് 16 വയസ്സുള്ളപ്പോൾ, മുആദേ ഇന്നി ഉഹിബ്ബുക യാ മുആദ്, മുആദേ എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണ്. അതുകൊണ്ട് നിസ്കാരം കഴിഞ്ഞാൽ പറയാൻ മറക്കരുതേ, അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക്. നിസ്കാരം കഴിഞ്ഞാൽ ചൊല്ലേണ്ട ആ ദിക്ർ മുആദ് എന്നവർക്കാണ് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തത്, നമുക്കൊക്കെ പഠിക്കാൻ വേണ്ടി. ഇന്നി ഉഹിബ്ബുക യാ മുആദ്, മുആദേ എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ മുആദ് എന്നവർ തിരിച്ച്, വല്ലാഹി ഇന്നി ഉഹിബ്ബുക യാ റസൂലല്ലാഹ്, നബിയെ അങ്ങയോട് എനിക്കും ഇഷ്ടമാണ് നബിയെ. എന്നാ മുആദേ, ആ സ്നേഹം വെച്ച് ഞാൻ പറഞ്ഞോട്ടെ, ഫലാ തദഅന്ന അൻ തഖൂല ദുബറ കുല്ലി സ്വലാ, ഓരോ നിസ്കാരം കഴിയുമ്പോഴും പറയാൻ മറക്കരുതേ, അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക, പടച്ചവനെ നിന്നെ ഓർക്കാൻ എന്നെ സഹായിക്കണേ, ദിക്ർ ചൊല്ലാൻ, വശുക്രിക, അൽഹംദുലില്ലാ പറയാൻ, വഹുസ്നി ഇബാദതിക്, ഇബാദത്ത് നന്നായിട്ട് ചെയ്യാൻ. ഒരു നിസ്കാരം കഴിഞ്ഞു, ഇനി അടുത്ത നിസ്കാരമെങ്കിലും നല്ല നിലക്ക് നിർവഹിക്കണം. അതിന് ഇപ്പോഴേ ദ്വാരക്കാൻ വേണ്ടി പറയാം, അഇന്നി അലാ ശുക്രിക, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക്. ഇത് പറയാൻ മറക്കരുത് മുആദ്. മഹാനായ മുആദ് എന്നവരെ യമനിലേക്ക് യാത്രയാക്കി റസൂലുള്ളാഹി തങ്ങൾ പോകുമ്പോൾ പറഞ്ഞു, മുആദേ നിങ്ങൾ ഇനി തിരിച്ചു വരുമ്പോൾ എന്നെ കണ്ടില്ല എന്ന് വരും. പറഞ്ഞ പോലെ അവിടെ തിരിച്ചു വരുമ്പോഴേക്കും ഹബീബായ തങ്ങൾ വഫാത്തായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നെ ഇരുത്തേണമേ, അജ്ലിസൂനി ഇന്നൽ ഇൽമ വൽ ഈമാന മകാനഹുമാ മനിബ്തഗാഹുമാ വജദഹുമാ. ഒരു ആലിമ മരിക്കുന്നതോടുകൂടെ ഇൽമ ഇല്ലാതെയായി പോകുന്നില്ല. ഒരു ഈമാനുള്ള ആൾ മരിക്കുന്നതോടുകൂടെ ഈമാൻ പാടെ നശിച്ചു പോകുന്നില്ല. ഈമാനും അറിവും അതിൻ്റെ സ്ഥാനങ്ങളിൽ അപ്പോഴും ബാക്കിയുണ്ട്. മനിബ്തഗാഹുമാ വജദഹുമാ, ആര് അത് അന്വേഷിച്ചു പോകുന്നുണ്ടോ അവർക്കത് ലഭിക്കുന്നുമുണ്ട്. അറിയണം ഇൽമ്. എല്ലാ സദസ്സിലേക്കും ഒരുമിച്ച് കൂടുന്ന എത്ര ആളുകളുണ്ട് ഇവിടെ? എത്രയോ ആളുകൾ. എൻ്റെ അബൂക്കർക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട്, വാടനാംകുറിച്ച്. ഒരുവിധം പരിപാടി ശ്രദ്ധിക്കുന്നുണ്ട് ഇവിടെ. ഏത് പരിപാടിന് ഒരുവിധം പരിപാടി. അള്ളാഹ് അലി അസർ ഉസ്താദ് ഇവിടെ പോയോ? അലി അസർ ബാക്കി ഉസ്താദ് ഡോക്ടർ ഇവിടെ ഉണ്ട്. ഒരു ഉസ്താദ് എഴുതിയൊരു പുസ്തകം തന്നെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ മലബാർ മുസ്ലിമീങ്ങൾ കൊണ്ടുപോയോ? തങ്ങൾ കൊടുത്തോ? എത്രയോ പുസ്തകങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ആളാണ്. കുറേ കാലം ഒമാനിലായിരുന്നു. അവരൊക്കെ ഒരുപാട് കിതാബും അറിവും എൽബൊക്കെ ഉള്ള ആൾക്കാരാണ്. അവർ വരുന്നത് ഈ സദസ്സിൻ്റെ പുണ്യം കിട്ടാൻ വേണ്ടിയാണ്. ഒരു സദസ്സിന് ദുആക്ക് ഉത്തരവുണ്ടാവും, അവിടെ മലക്കുകളുടെ സാന്നിധ്യമുണ്ടാവും. മലബാറിലെ ഇസ്ലാം ഒരു പുനർവായന, ഡോക്ടർ അലി അസ്ഗർ ബഖവി അദ്ദേഹത്തിൻ്റെ രചനകൾ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുക. ഞാൻ അത്ഭുതപ്പെടും അദ്ദേഹത്തിൻ്റെ എവിടെ നിന്നാണ് പഠിച്ചവന് ഇത്രയൊക്കെ സമയം കിട്ടുന്നത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഇൽമിൽ ബറക്കത്ത് ചെയ്യട്ടെ.